പടം നല്ല പടമാണ്. ഗരുഡന് ശേഷം സുരേഷ് ചേട്ടൻ്റെ അടുത്ത മിന്നും വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് മാധവ് സുരേഷിൻ്റെ കാര്യം, വളരെ ലെങ്തിയായ റോള് വേറെ ആരെങ്കിലും കൊണ്ടുവച്ച് ചെയ്യിപ്പിക്കായിരുന്നു എന്ന് തന്നെ തോന്നി. കാരണം ഞാനിപ്പോൾ പറയണം, മാധവ് സുരേഷ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ വന്ന് എൻ്റെ ഐഡി ചോദിച്ചിട്ട് നാളെ വീട്ടിൽ വന്നതല്ലോ. മോഹൻലാലിനെക്കാളും ഒക്കെ എനിക്കിഷ്ടം സുരേഷ് ഗോപിയാണ്. അതെന്താണോ എനിക്കറിയില്ല. ണ്ട് അടിപൊളി പടമാണ്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോടതി സിനിമ കാണുന്നത്. നമ്മൾ മേൽവിലാസം ശരിയാണെന്ന് പറഞ്ഞ സുരേഷ് ചേട്ടൻ്റെ ഒരു പടം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, എങ്കിലും ഹോട്ട് മാസ്റ്റർ ചെയ്യുന്നൊരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ഓരോ ഡയലോഗിനും കൈയടിയാണ്. കാരണം വെച്ചാൽ അത്ര മാസ് സാധനങ്ങൾ വരുന്നുണ്ട്. എന്നിൽ പോലും ഒരു കോടതി കഥയാണ്, വളരെ നല്ല കഥയാണ്. JSK ഒരു സംശയമില്ല, എല്ലാ തിയേറ്ററും നാളെ മുതൽ ഹൗസ്ഫുള്ളാകും. അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ JSK സൂപ്പറാണ്. പ്രവീൺ നാരായണൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അംഗരാജിത്തെ ജിമ്മന്മാർ, അത് അവൻ്റെ രണ്ടാമത്തെ പടമാണ്. അവനെൻ്റെ സുഹൃത്താണ്. എന്നിരുന്നാലും സിനിമ അടിപൊളിയാണ്. സുരേഷ് ചേട്ടൻ്റെ ഗംഭീര തിരിച്ചുകൾ. ഗോകുല അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയുണ്ട്. സുരേഷ് ചേട്ടനേക്കാൾ കൂടുതൽ സീന് പുള്ളിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അതുപോലെ തന്നെ അഷ്കർ, എടുത്തു പറയാം, അഷ്കർ ഗംഭീര പ്രകടനം. നമ്മൾ നിലവിൽ സിനിമയെ കാണുന്നത് ഒരു പോലീസ് കഥാപാത്രമാണ്. എന്നിരുന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. അഷ്കറാണ് ഇതിനകത്ത് ഇൻ്റർവെല്ലിന് ശേഷം ഈ സിനിമ കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും ഗംഭീര പടമാണ്, ഒരു സംശയമില്ല. JSK സൂപ്പർ. വൺ ടൈം വാച്ച് മൂവി കേട്ടോ. എനിക്ക് ഇൻ്റർവെൽ വരെ നല്ല ഫ്ലോ പടം പോയിക്കൊണ്ടിരുന്നതാണ്. ഇൻ്റർവെൽ ഒരു ശക്കൽ ഒരു ലാഗിലേക്ക് മാറി പടം. ഇത് വിവാദമാകാൻ കുറേ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ സർക്കാരിനെതിരെ കുറേ അലിഗൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു 4-5 ആഴ്ചത്തെ ഇനി ഇതായിരിക്കും, JSK ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് കേട്ടോ. കുറേ അലിഗൻസ് വിവാദങ്ങളുള്ള ആദ്യം തൊട്ടേ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് അവസാനത്തെയും സർക്കാരിനെതിരെയാണ്. കുഴപ്പമില്ല, എന്നാലും വൺ ടൈം വാച്ച് കുഴപ്പമില്ല. നമ്മൾ പടം സുരേഷ് ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ വേറെ ലെവലാണ്, അടിപൊളിയായിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ ഒരു പരിചയക്കുറവിൻ്റെ ഒരു ഇതുണ്ട്. 2 തവണ കഴിയുമ്പോഴത്തേ നമ്മൾ ശരിയായിക്കോളും. ഓക്കെ. പഴയ ചിന്താമണി കൊൽക്കേസിൻ്റെ എനിക്ക് പറഞ്ഞു ഇൻ്റർവെൽ വരെ അതേപോലെ അതിനേക്കാളൊക്കെ വെല്ലുന്ന പടമായിരുന്നു. ഇൻ്റർവെൽ എനിക്ക് ലാഗ് തോന്നി. പടം നല്ല പടമാണ്. ഗരുഡന് ശേഷം സുരേഷ് ചേട്ടൻ്റെ അടുത്ത മിന്നും വിജയം തന്നെയാണ്. അതായത് ആ ഒരു എനർജറ്റിക് സുരേഷ് ചേട്ടൻ കഴിഞ്ഞ അതെ പഴയ ഒരു സുരേഷ് ചേട്ടൻ്റെ അതേ പാറ്റേൺ. കാര്യം കുറച്ച് നാളായിട്ട് വന്ന എല്ലാ പടങ്ങളിലും എല്ലാവരും കണ്ടു, കാവൽ കണ്ടു, പാപ്പൻ കണ്ടു, എല്ലാവരും പറഞ്ഞിരുന്ന ഒരു സ്ഥിര ഇതാണ് സുരേഷ് ചേട്ടൻ ഓൾഡായിട്ട് അഭിനയിക്കുന്നതെന്ന്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള സുരേഷ് ചേട്ടനാണ്. അതുപോലെ തന്നെ ചിന്താമണിക്ക് ശേഷമുള്ള സുരേഷ് ചേട്ടൻ്റെ ഒരു ഗംഭീര മാസ്മരിക ഒരു വക്കീൽ പെർഫോമൻസോടെയാണ്. സ്റ്റൈലും മാസും കാര്യങ്ങളും ഒറ്റക്കൊമ്പന് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ ഒരു ഹിറ്റ്. അല്ല, വിവാദങ്ങൾക്കപ്പുറം സിനിമ പറയുന്ന വിഷയം, സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു നിയമ പോരാട്ടവും നിയമ പ്രശ്നങ്ങളും സംഭവങ്ങളും തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കുണ്ടായ പേരുള്ളതിന് ശരിക്കും അങ്ങനെ ഒരു നിയമ പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന സിനിമ ഇറക്കുന്നവർക്ക് തന്നെ അതിനകത്ത് എത്ര പേര്, പ്രത്യേകിച്ച് സുരേഷ് ഗോപി അടക്കം ഇതിനകത്ത് പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുകയും അത് ഈ സിനിമയിൽ ഭരണഘടന പൊക്കി പിടിച്ചിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നതും അത് തന്നെ നമുക്കൊരു ഡബിൾ സ്റ്റാൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ ആ കാണുന്നവർ നമ്മളിപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഈ സിനിമയിൽ ചില സീനുകളിൽ ജാനകി എന്നുള്ളവർ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചില സീനുകളിൽ ജാനകി എന്ന് തന്നെ പറയുന്നുണ്ട്, ചില സീനുകളിൽ ജാനകി വിത്ത് സർനെയും പറയുന്നുണ്ട്. ഇതിൽ എവിടെയായിരുന്നു അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അങ്ങനെയാണ് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യണമായിരുന്നു. സിനിമയിൽ അങ്ങനെ ആ ഒരു പേരിനെ വെച്ചിട്ട് എന്തെങ്കിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന രീതിയിലോ ഒന്നും തോന്നിയിട്ടില്ല. ആ കുട്ടി ഈ സിനിമയിലെ ക്യാരക്ടർ ജനിച്ചു വളർന്ന പേര് മാത്രമാണ് അത് സില്ലിയായിട്ട് കാണേണ്ട കാര്യം. അതിന് പുറമെ ആ വിവാദത്തിലൊരു കാര്യമില്ല എന്നാണ് സിനിമ. അനാവശ്യ വിവാദം എന്ന് പറഞ്ഞാൽ ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയാണെന്ന് ഞാൻ കരുതുന്നില്ല. സെൻസർ കാരണം ഇവിടുന്ന് എൻ്റെ അറിവിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇതിന് പെർമിഷൻ കൊടുത്താണ്. ഇവിടുത്തെ സെൻസർ ബോർഡ് ഇത് അപ്രൂവ് ചെയ്ത് വിട്ടിട്ട് സെൻറ്ററിലേക്ക് പോയപ്പോഴാണ് ആ സെൻറ്ററിൻ്റെ ഒരു പാർട്ടാണ് ഇതിലെ നായകനായ സുരേഷ് ഗോപിയും. നമ്മളിപ്പോൾ സിനിമ വേറെ കാണണം, രാഷ്ട്രീയം വേറെ കാണണം എന്ന് പറയുന്നത്, സിനിമയിൽ ഭരണഘടന പൊക്കി പിടിച്ച് പറയുന്ന ആൾ എന്തുകൊണ്ട് സ്വന്തം സിനിമയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ചോദിക്കുമ്പോൾ അത് ഇതുവരെ ഒരു മറുപടി പറഞ്ഞായിട്ടും കേൾക്കുന്നില്ല. JSK നല്ല സിനിമയാണ്. സുരേഷ് ഗോപി സാറിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. ഇതുവരെ ആരും പറയാത്തൊരു പ്രമേയമാണ്, പുതിയ പ്രമേയമാണ്. അതാണ്, അങ്ങനെയുള്ള പടങ്ങളാണല്ലോ വരേണ്ടത്. അല്ല എല്ലാവരും പറഞ്ഞ കഥ തന്നെ വീണ്ടും വീണ്ടും ചവച്ച് തുപ്പിയിട്ട് ഒരു കാര്യമില്ല. ഇത് വളരെ ഗംഭീരമായ സിനിമയാണ്, വളരെ വ്യത്യസ്തമായ സിനിമയാണ്. ജനം കണ്ടിരിക്കേണ്ട, തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. സുരേഷ് ഗോപി സാറിൻ്റെ കാര്യം പറയണ്ടല്ലോ, അദ്ദേഹം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും എല്ലാവരും, ആരെയും ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് അവരവരുടെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഈ ഒരു പടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കിട്ടിയ കഥാപാത്രമല്ലേ ചെയ്യാൻ പറ്റും.
ആ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മെച്ചമാണ്. അദ്ദേഹത്തിന് ഭാവിയുണ്ട് സിനിമയിൽ, മലയാള സിനിമയിൽ ഭാവിയുണ്ട്. ആ അതെ അതെ. തുടരും, മലയാള സിനിമയിൽ തുടരും. നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന മെസ്സേജ് അത് നല്ല രീതിയിൽ അതിൻ്റേതായ രീതിയിൽ കാണേണ്ട ഒരു മെസ്സേജാണ്. നല്ല മെസ്സേജാണ്. പേര് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ആ ഏറെക്കുറെ കണ്ടു. സുരേഷ് ഗോപിയുടെ എല്ലാ ഒരു ടൈപ്പ് കഥാപാത്രങ്ങളാണല്ലോ. എനിക്കിഷ്ടമുള്ള ഒരു കഥാപാത്രങ്ങളാണ്. ആ സുരേഷ് ഗോപി. മോഹൻലാലിനേക്കാളും ഒക്കെ എനിക്കിഷ്ടം സുരേഷ് ഗോപിയാണ്. അതെന്താണോ എനിക്കറിയില്ല. മകൻ കുഴപ്പമില്ല എന്നുള്ള പുള്ളി തെളിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ശരിയാവാനുണ്ട്, കുറേ കൂടെ വരാനുണ്ട്.